ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ടെക്സ്റ്റാണ് ഞാൻ എടുക്കുന്നത്. അതിനകത്തുനിന്ന് ഹിന്ദിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ ഫുൽ ബനീതി മാം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഞാൻ എടുക്കുന്നത്. അതിനകത്ത് ഫുൽ ബനീതി മാം എന്ന് പറയുന്നത്, കൂട്ടുകാർ ടെക്സ്റ്റ് എല്ലാം എടുത്തോ? എല്ലാവരുടെയും കയ്യിൽ ടെക്സ്റ്റൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റിൻ്റെ ഫസ്റ്റ് പാഠമാണ് ഫുൽ ബനീതി മാം എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ അതെടുക്കുക. അതെടുത്തുകൊണ്ട് ടീച്ചർ പറയുന്നത് കേട്ടുകൊണ്ട് ഇരിക്കുക. ബുക്കും എടുക്കുക. ഞാൻ ഒരേ പാരഗ്രാഫ് പഠിപ്പിച്ച് കഴിഞ്ഞ ശേഷവും ഞാൻ അതിൻ്റെ മീനിങ് പറഞ്ഞു തരും. അത് ബുക്കിനകത്തോട്ട് കുറിച്ച് വെക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഫുൽ ബനീതി മാം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഒരു മെസ്സേജ് ഞാൻ തരട്ടെ. നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, അല്ലേ? അവർ നമ്മളെ നന്നായി സംരക്ഷിക്കുന്നുണ്ട്. അപ്പം അവർ നമ്മളെ ആവശ്യത്തിൽ കൂടുതൽ സ്നേഹവും സുരക്ഷിതത്വവും ഒക്കെ വന്ന് നമ്മളെ പൊന്നു പോലെ വളർത്തിക്കൊണ്ട് വരുന്നു, അല്ലേ? എന്നാൽ ഒരു പ്രായം ചെല്ലുമ്പോൾ, അവർ വൃദ്ധരാകുമ്പോൾ നമുക്കൊരു ഭാരമായി എന്ന് തോന്നരുത്. അവർ നമ്മളെ എങ്ങനെയാണോ വളർത്തിയത്, നമ്മളെ എങ്ങനെയാണോ പരിപാലിച്ചത്, അതുപോലെ തന്നെ അവരെയും നോക്കുക. അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു വൃദ്ധയെ കണ്ടോ, അല്ലെങ്കിൽ ഒരു വൃദ്ധകളുടെ ഇപ്പോഴത്തെ അവസ്ഥയോ, വൃദ്ധഭവനങ്ങൾ കൂടുന്നത് കൊണ്ടോ, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ ഇവിടുത്തെ കവി, പ്രശസ്തനായ ഹിന്ദിയിലെ പ്രമുഖ കവിയാണ് നരേന്ദ്ര പുട്ടരിക്. അദ്ദേഹം എഴുതിയ അതിമനോഹരമായ മനസ്സിനെ സ്പർശിക്കുന്ന ഒരു ചെറിയ കവിതയാണ് ഫുൽ ബനീതി മാം. ആ പേര് തന്നെ, ക്യാപ്ഷൻ തന്നെ നമുക്ക് മനസ്സിലാക്കാം. പുൽ മീൻസ് പാലം. ഫുൽ ബനീതി മാം, അമ്മ ഒരു പാലമായിരുന്നു. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അമ്മ ഒരു പാലമായിരുന്നു. പാലമുണ്ടെങ്കിലേ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും പോകാൻ പറ്റുകയുള്ളൂ, അല്ലേ? അത് തന്നെ ഒരു നല്ല ഒരു ക്യാപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഈ പാഠം പഠിക്കാം. ഈ പാഠം പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഇത് കാണണം. എന്താണ്? നിങ്ങളെ 9ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ഇതാണ്. വൃദ്ധസദനങ്ങൾ ഇല്ലാതാവണമെങ്കിൽ ഇനിയും വരുന്ന തലമുറ എന്ത് ചെയ്യണം? മാതാപിതാക്കളെ സംരക്ഷിക്കണം. കേട്ടോ? മാതാപിതാക്കളെ സംരക്ഷിക്കുക. അതായത് മാതാ, പിതാ, ഗുരു, ദൈവം. 4ാമതാണ് ദൈവത്തിന് സ്ഥാനം. ആദ്യമാണ് മാതാവിന് സ്ഥാനം. പിന്നെ ഗുരുക്കന്മാർക്ക് 3ാമതാണ്. അപ്പം നമ്മൾ അത് തന്നെ ഒരു മെസ്സേജാണ്. മാതാപിതാ, ഗുരു, ദൈവം. എല്ലാവരും കഴിഞ്ഞ ശേഷമുള്ള ദൈവം, കേട്ടോ? അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുക. ഭായിയോं के बीच फूल बनी थी माम, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के, हम लोगों की चुक चुक चक चक. ഹം ഭായിയോങ്കെ ബീച്ച്. കവി 2 സഹോദരങ്ങളെ സാക്ഷി നിർത്തിയാണ് ഈ പോയം എഴുതിയേക്കുന്നത്. അതായത് ഈ രണ്ട് കഥാപാത്രങ്ങളാണ് സഹോദരങ്ങൾ. അപ്പം ആ സഹോദരങ്ങൾക്കിടയിൽ അമ്മയൊരു പാലമായിരുന്നു. അതാണ് പറയുന്നത് ഹം ഭായിയോങ്കെ ബീച്ച് ഫുൽ ബനീതി മാം. ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മയൊരു പാലമായിരുന്നു. ജിസ്മേ ആയേ ദിൻ ദൗഡ്തി രഹ്തി ധി ബേദരഖ്. ഇതിലൂടെ ഈ പാലത്തിലൂടെ, അമ്മയാകുന്ന ഈ പാലത്തിലൂടെ തടസ്സമില്ലാതെ, ഞങ്ങൾ പേടിയില്ലാതെ, ഒരു ഭയവുമില്ലാതെ ഓടിക്കൊണ്ടേ ഇരുന്നു. ബിനാ കിസി ഹരി ലാൽ ബത്തിക്കെ ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്. ഈ ചുക് ചുക് ചക് ചക് എന്ന് ഉദ്ദേശിക്കുന്നത് കവി ഇവിടെ ട്രെയിനിനെയാണ്. നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ പറഞ്ഞ പോലെ
കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ട്രെയിനിനെയാണ്. ട്രെയിൻ എന്തിനാ ഇവിടെ? അമ്മയുടെ കാര്യം പറയുമ്പോൾ ട്രെയിൻ എന്തിനാ ഇവിടെ? കവിയുടെ ഭാവനയെ കവി പറയുന്നതാണ്. എന്താണ്? ഹരി ലാൽ, നിങ്ങൾ പഠിച്ചിട്ടുള്ള രംഗ്, പല രംഗുകളില്ലേ? അപ്പോൾ അതിനകത്ത് ഹരി ലാൽ, ഹരി മീൻസ് പച്ച, ലാൽ മീൻസ് റെഡ്. അപ്പം ഈ രണ്ട് കളറുകൾ എന്തിൻ്റെ സിമ്പിളാണ്? നമ്മൾ സിഗ്നലൊക്കെ കണ്ടിട്ടില്ലേ, ട്രാഫിക്കിലൊക്കെ സിഗ്നൽ കണ്ടിട്ടില്ലേ എന്ന് പറയുന്നത് പച്ചയും ചുമലയും, അതായത് സ്റ്റോപ്പും ഓടുകയും എന്ന് പറയുന്ന പോലെ അതൊന്നുമില്ല ഇവിടെ. അതായത് അമ്മ എന്ന് പറയുന്ന ഈ തീവണ്ടിയിൽ, ഈ യാത്രയിൽ ഈ പ്രകാശമില്ല. ഏത്? ചുവപ്പും പച്ച എന്ന് പറയുന്ന ഈ പ്രകാശമില്ലാതെ ആ അമ്മ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നു. ബത്തി മീൻസ് പ്രകാശം, ലൈറ്റ്. അപ്പൊ അത്രയാണ് കവി പറയുന്നത്. ഹം ഭായിയോं के बीच पुल बनी थी मां, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മയൊരു പാലമായിരുന്നു. जिसमें आए दिन दौड़ती रहती थी भेदक किसी बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक. മനസ്സിലായോ? അതായത് ഹം ഭായിയോ, ബീച്ച് മീൻസ് ബുക്ക് എടുത്ത് എഴുതിക്കോ, ബീച്ച് അല്ലെങ്കിൽ ആ വേർഡിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക, പെൻസിൽ കൊണ്ട് എഴുതി വെക്കുക. ബീച്ച് മീൻസ് ഇടയിൽ, ഇടയ്ക്ക്. പിന്നെ ദൗത്തി, ദൗത്തി മീൻസ് ഓടുക. ബേദടക് ഭയമില്ലാതെ, പേടിയില്ലാതെ. ഹരിലാൽ നമുക്കറിയാമല്ലോ നിറങ്ങൾ. ബത്തി പ്രകാശം. ഹം ലോകം ഞങ്ങളാകുന്ന മനുഷ്യർ ഓടിക്കൊണ്ടേ ഇരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് മനസ്സിലായോ? ടീച്ചർ ഒന്നുകൂടെ വായിക്കണോ? ഹം ഭായിയോं के बीच पुल बनी थी मां, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മയൊരു പാലമായിരുന്നു. ജിസ്മേ ആയേ ദിൻ ദൗത്തി രഹത്തി ദി ബേദ്രഖ്, പേടിയില്ലാതെ, അതിലൂടെ തടസ്സമില്ലാതെ ഞങ്ങൾ ഓടിക്കൊണ്ടേ ഇരുന്നു. ഇതിലൂടെ ബിനാ കിസി ഹരി ലാൽ ബത്തിക്ക് ഹം ലോഗോं की ചുക് ചുക് ചക് ചക്. മനസ്സിലായോ? നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. पिता के बाद हम भाइयों के बीच पुल बनी थी मां, अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि टूटा रही है मां. पिता के बाद, അതായത് അച്ഛൻ്റെ ശേഷം, അച്ഛന് ശേഷം എന്ന് വെച്ചാൽ എന്താണ്? അച്ഛൻ്റെ മരണശേഷം. ഹം ഭായിയോं के बीच, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ ഭൂൽ ബനി ദീമ, അമ്മയൊരു പാലമായിരുന്നു. അചാനക് നഹി ടൂട്ടി, അമ്മ പെട്ടെന്നൊന്നും ക്ഷീണിച്ചില്ല. പിന്നെ എങ്ങനെയായിരുന്നു? തകർന്നില്ല. ധീരെ ധീരെ ടൂട്ടി രഹി, പതിയെ പതിയെ തകർന്നുകൊണ്ടിരുന്നു, അല്ലെ ക്ഷീണിച്ചുകൊണ്ടേ ഇരുന്നു. ഹം ദേഖ്തേ രഹേ ഓർ മാൻതേ രഹേ, ഞങ്ങളത് ദേഖ്തേ നോക്കിക്കൊണ്ടിരുന്നു, മാൻതേ മനസ്സിലാക്കിക്കൊണ്ടും ഇരുന്നു. ബൂട്ടാ രഹീമ, എന്താണ് നോക്കിക്കൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്? അമ്മ വൃത്തിയായിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഓക്കെ. पिता के बाद हम भाइयों के बीच पुल बनी थी मां, अचानक नहीं टूटी, धीरे धीरे टूटती रहो. हम देखते रहो और मानते रहे कि बूटा रही है मां. അമ്മ വൃത്തിയായിക്കൊണ്ടേ ഇരിക്കുന്നു. അച്ഛന് മരണശേഷം അമ്മ പെട്ടെന്നൊന്നും തകർന്നില്ല. അച്ഛന് മരണശേഷം ഞങ്ങൾ മക്കൾക്കിടയിൽ അമ്മ ഒരു പാലമായിരുന്നു. അമ്മ അവിടെ മക്കളെ നോക്കി ഇരുന്നു, മക്കളെ വളർത്തിക്കൊണ്ടിരുന്നു. പതിയെ പതിയെ അമ്മ എന്ത് ചെയ്തു? ക്ഷീണിച്ചുകൊണ്ടിരുന്നു. അത് ഞങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നു. അമ്മ വൃദ്ധയായിക്കൊണ്ടേയിരിക്കുന്നു എന്ന്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, ബാദ് എന്ന് വെച്ചാൽ ശേഷം, അചാനക് പെട്ടെന്ന്, സഡൻലി, ടൂട്ടി തകരുക അല്ലെങ്കിൽ ക്ഷീണിക്കുക, ദേഖ്തേ കാണുക, മാൻതേ മനസ്സിലാക്കുക, ബൂട്ടി മീൻസ് വൃദ്ധ. ഓക്കെ, അടുത്തത്. माम के बार बार कहने को हम मानकर चलते रहे, उसके बूटे होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही मां. माम के बार बार कहने की, ബാർ ബാർ മീൻസ് നമ്മൾ നേരത്തെ ധീരെ ധീരെ പറഞ്ഞു, പതിയെ പതിയെ. ഇവിടെ ബാർ ബാർ വീണ്ടും വീണ്ടും. സാധാരണ പ്രായമുള്ള അമ്മമാർ അല്ലെങ്കിൽ വൃദ്ധകൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്, എന്നാലും അവരുടെ ഒരു
പ്രായത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അവരത് എന്തേ എന്ന് വീണ്ടും ചോദിക്കും അല്ലേ. അത് അവരുടെ ഒരു പ്രായത്തിൻ്റെ. അപ്പോൾ അത് അമ്മയ്ക്ക് എന്ത് സംഭവിച്ചിരുന്നു? കഹനേഹെ, അമ്മ പറയുന്നതിലും വീണ്ടും വീണ്ടും അമ്മയുടെ പറച്ചിലും ഹം മാൻകർ ചൽത്തേഹെ, അതായത് ഞങ്ങളത് മനസ്സിലാക്കി നടന്നിരുന്നു. ഹാത്തോം ഹാത്ത് രഹത്തി മാം एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगो हम अपने वृषभ कंधों में माम का भारी होना. അതായത് ഹാത്തോ ഹാത്ത് രഹത്തി, അതായത് അമ്മ ഞങ്ങളുടെ തോളിൽ നിന്നും, അതായത് ഹാത്തോ മീൻസ് കയ്യ എന്നർത്ഥം, അതായത് തോള്, കന്തോ തോള്. അമ്മ എന്ത് ചെയ്തെന്നാ പറഞ്ഞത്? ഒരു തോളിൽ നിന്നും മറ്റൊരു തോളിലേക്ക് മാറി മാറി ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. അതായത് മക്കൾ മാറി മാറി നോക്കി എന്നർത്ഥം. ധീരെ ധീരെ മഹസൂസ് കർണേ ലഗോ ഹം അപ്പനെ വൃഷഭ കന്തോമേ. വൃഷഭ കന്തോന്ന്, വൃഷഭം എന്ന് മീൻസ് സ്ട്രോങ്, ശക്തമായ ആ തോളുകളിൽ ഭാരം തോന്നുന്നു. മാംക ഭാരി ഹോന, ഭാരം തോന്നുന്നതായിട്ട് തോന്നി. അതായത് ഞങ്ങൾ മാറി മാറി നോക്കി, അതായത് മാറി മാറി അമ്മയുടെ ഉത്തരവാദിത്തം ഞങ്ങൾ നോക്കി, അതിൽ അമ്മയ്ക്ക് ഭാരം തോന്നായിട്ട് തോന്നി. മനസ്സിലാവുന്നുണ്ടോ? അതായത് അമ്മയുടെ ഉത്തരവാദിത്തം മക്കളുടെ ചുമലിലായി, അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്തം ആ സഹോദരങ്ങൾക്കായി. അമ്മയുടെ നെക്സ്റ്റ് പാരഗ്രാഫ്. जब तक जीवित रही माम हम बदलते रहे अपने कंधों, माम आखिर माम ही तो है, बार बार हमें कंधों बदलते देख हमारे कंधों से उधर गई माम और माम के कंधों से उधरते ही उधर गए हमारे कंधों. मीनिंग എന്ന് വെച്ച് കഴിഞ്ഞാൽ जब तक जीवित रही माम हम बदलते रहे अपने कंधों, അതായത് അമ്മമാരുടെ മനസ്സിൽ എപ്പോഴും ഒരു വിചാരമുണ്ട്, മക്കൾക്ക് നമ്മൾ ഭാരമാകുമോ എന്നൊരു ചിന്ത ഏതൊരു മാതാപിതാക്കൾക്കും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കവിയുടെ അമ്മയായ, അല്ലെ ഈ കഥാപാത്രത്തിലെ അമ്മയായ ഈ അമ്മയ്ക്ക് മനസ്സിലൊരു വിചാരമുണ്ട്. എന്താണ്? ജീവിക്കുവോളം, അതായത് അമ്മ ജീവിച്ചിരിക്കുവോളം മക്കള് മാറി മാറി നോക്കും അല്ലേ. മാ അഖിർമാം ഹി തോഹെ, അമ്മ തന്നെയാണ്. അതാണ് കവിയുടെ ആ ഒരു വാക്ക് കേട്ടോണേ. അമ്മ തന്നെയാണ്. മാ അഖിർമാം ഹി തോഹെ, ബാർ ബാർ ഹമേം കന്തോം ബദൽത്തെ ദേക്ക് ഹമാരെ കന്തോം സെ ഉദർ ഗയെ. വീണ്ടും വീണ്ടും അവര് തോളുകൾ മാറിക്കൊണ്ടിരുന്നു, നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവരുടെ തോളും ദുർബലമായിരിക്കുന്നു. അതായത് ഭാരം അമ്മ തിരിച്ചറിഞ്ഞു കാണാം, മക്കളുടെ ഭാരം അമ്മ തിരിച്ചറിഞ്ഞു കാണാം. അപ്പോൾ അമ്മ എന്ത് ചെയ്ത്? ഹമാരെ കന്തോം സെ ഉദർ ഗയെ, അമ്മ താഴേക്ക് അവരുടെ തോളിൽ നിന്ന്, ചുമരിൽ നിന്ന് ഇറങ്ങി. അതായത് അവർ മാംക കന്തോം സെ ഉദർത്തേ ഹി ഉദർ ഗയെ ഹമാരെ കന്തോം. കവി ഇവിടെ ആ ഒരു ഭാവനയെ പറയുന്നുള്ളൂ. അമ്മ തോളിൽ നിന്ന് ഇറങ്ങി എന്ന് വിചാരിച്ചാൽ എന്താണ്? അതായത് അമ്മ മരിച്ചു. എന്നാൽ അമ്മയുടെ മരണശേഷം മക്കൾ ദുർബലരായി. കാരണം എന്താണ്? മക്കൾക്ക് ആശ്രയമില്ലാതെ ആയി. അതാണ് ഈ ചാപ്റ്റർ 3. അതായത് അമ്മ മരിച്ചു എന്നർത്ഥം. മരിച്ചു കഴിഞ്ഞ ശേഷം മക്കൾ ദുർബലരാകുകയും മക്കൾക്ക് ആശ്രയമില്ലാത്തവരാകുകയും ചെയ്തു. ഇത്രയാണ് ഈ പാഠം. നല്ലൊരു പാഠമല്ലേ? കവി ആരാണ്? നരേന്ദ്ര പുട്രിക് എന്ന് പറയുന്ന കവിയാണ്. അദ്ദേഹം നോക്കി എത്ര സുന്ദരമായിട്ടാണ് ഈ കവി ഭാവനയെ പറഞ്ഞിരിക്കുന്നത്. അമ്മയെ 2 സഹോദരന്മാർ നോക്കുന്നു അല്ലേ. പച്ചയും നീലയും പ്രകാശവും ഒന്നുമില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ അമ്മയെ അവരിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അച്ഛന് മരണശേഷം അമ്മയെ നോക്കേണ്ട കടമ മക്കൾക്കായി അല്ലയോ. അങ്ങനെ അമ്മ മരിച്ചു, മക്കൾ ദുർബലരായി അല്ലേ. ഇതാണ് ആ ഒരു സുന്ദരമായ ഒരു കവിതയാണിത്. ഞാൻ എന്നോട് വായിക്കണോ? ടീച്ചർ ഒന്നുകൂടെ വായിച്ചാട്ടെ? ശ്രദ്ധിച്ചോ, ടെക്സ്റ്റിലോട്ട് നോക്കി ടീച്ചർ വായിക്കുന്നതിൻ്റെ കൂടെ വായിച്ചാണ്. हम भाइयों के बीच भूल बनी दी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क बिना किसी हरी लाल बत्ती के हम लोगों की चुक चुक चक चक.
पिता के बाद हम भाइयों के बीच फूल बत्ती के हम लोगों की चुक चुक चक चक। पिता के बाद हम भाइयों के बीच फूल बनी दी माँ, अचानक नहीं टूटी, धीरे धीरे टूटती रही। हम देखते रहे और मानते रहे कि बूटा रही माँ। माँ के बार बार कहने को हम मानकर चलते रहे। उसके बूटे होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. വായിക്കുന്നുണ്ടോ? എൻ്റെ കൂടെ വായിച്ച് പോണം കേട്ടോ. हाथों हाथ रहती माँ, एक दिन हमारे कंधों से आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. जब तक जीवित रही माँ, हम बदलते रहे अपने कंधों. माँ आखिर माँ ही तो है. बार बार हमें कंधों बदलते देखकर हमारे कंधों से उधर गई माँ, और माम के कंधों से उधरते ही उधर गई हमारे कंधों. ഇത്രയാണ് ആ പാഠം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു 3 ക്വസ്റ്റ്യൻ ആൻസർ മറ്റും ഉണ്ട്. 3 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, ഒരു ടിപ്പണിയുണ്ട്. അത് 3 ക്വസ്റ്റ്യൻ ആൻസറും ടിപ്പണിയും ഞാൻ അടുത്ത വീഡിയോസിൽ ഇടുന്നതായിരിക്കും. അത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ? ഞാൻ ഈ പഠിപ്പിച്ച ഈ പാഠങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. അതുമാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന നോട്ട്സുകളെല്ലാം നോട്ടിഫിക്കേഷനായിട്ട് വരും. നെക്സ്റ്റ് 10ാം ക്ലാസ്സിൻ്റെയും ഹിന്ദി ഞാൻ വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട്. അതും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ഇത്രയും ചെയ്യുക. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം.